ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ. ഉണ്ട് ഉണ്ട്, ഇതാ വരുന്ന. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു ഒരു ട്രൈപോഡ് വാങ്ങിക്കാനായിട്ട്. ട്രൈപോഡ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് മോഡലൊക്കെ വരുന്ന ട്രൈപോഡ് ഉണ്ടല്ലോ, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിക്ക് ക്ലാരിറ്റി ഒക്കെ ഉണ്ടാകുന്ന ലൈറ്റ് വരുന്ന ട്രൈപോഡ്. ഇതിൽ ചെറിയ ട്രൈപോഡുണ്ട്, അത് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സാധാ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ട്രൈപോഡാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ വരുന്ന ഒരു ട്രൈപോഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ആ ഒരു ട്രൈപോഡ്, ലൈറ്റൊക്കെ വരുന്ന ആ ഒരു ട്രൈപോഡ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കിതിന് മുമ്പേ വാങ്ങിക്കാമായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ട് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതെന്നും എങ്ങനെ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് വേഗം ഈ ഒരു ട്രൈപോഡ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതെ ഇരുന്നത്. ചെറിയ ട്രൈപോഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. വളരെ ഇപ്പോൾ വേഗം വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ട്രൈപോഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം ആ ഒരു ഫോണിലേക്ക് വെച്ച് ആ ഒരു ട്രൈപോഡിലേക്ക് വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോയ്ക്കൊക്കെ വളരെ വ്യൂസ് കുറവാണെന്നും വീഡിയോയ്ക്ക് ക്ലാരിറ്റിയൊക്കെ വളരെ കുറവാണെന്നും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ തന്നെ എൻ്റെ വീഡിയോസ് തന്നെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഒരുപാട് വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചിലവരൊക്കെ പറയും ഫാഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇതിനകത്ത് സത്യത്തിൽ ഒരു വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇത്ര വർഷമായിട്ടും യൂട്യൂബിൽ നിന്ന് ഇതുവരെയായിട്ടും ഒരു ഏണിങ് എനിക്ക് സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരുവിധം ആയി വന്നിട്ടുണ്ട് ഡോളർ. അപ്പം അതിന് 2-3 മാസത്തിനുള്ളിൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വേണ്ടത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. മീഷോയിൽ പല റേറ്റിലുള്ള ഈ ഒരു ട്രൈപോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. വില കുറഞ്ഞതും കൂടുതലും ഒക്കെ ആയിട്ടുള്ള പല റേറ്റിലുള്ള പ്രോഡക്റ്റ് ആ ഒരു മീഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മീഷോയിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയതിൻ്റെ ട്രൈപോഡിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കടയിൽ ആൾ വരുമ്പോൾ, സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് ആൾ വരുമ്പം ഞാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കടയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു ട്രൈപോഡ് അൺബോക്സ് ചെയ്യുന്നത്. ട്രൈപോഡിൻ്റെ അടിയിലത്തെ ആ ഒരു സ്റ്റാൻഡ് അത് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അത് തറയിൽ വീണോ അത് കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗം ആ ഒരു സൈഡിലേക്ക് മാറി കിടക്കുന്നത് കൊണ്ട് അതിലിങ്ങനെ തട്ടി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു അതിൽ നിന്ന്. അത് ഇളക്കി എടുത്തപ്പോഴും അതിൻ്റെ ആ ഒരു ട്രൈപോഡിൻ്റെ ആ ഒരു കാല് നിവർത്താനും കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം ആ ഒരു ലോക്കിൽ നിന്നും വെളിയിൽ വിട്ട് കിടക്കുകയായിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അത് പിടിച്ചിട്ടാണ് ഞാൻ ആ ഒരു ട്രൈപോഡ് തറയിലേക്ക് വെച്ചത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊട്ടലോ അല്ലെങ്കിൽ സ്ക്രാച്ചായോ അങ്ങനെയൊന്നും അല്ല വന്നിട്ടുള്ളത്. ആ ഒരു ലോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ട്രൈപോഡിൻ്റെ ആ ഒരു കാല് ഭാഗം നമ്മൾ ട്രൈപോഡ് നിവർത്തി വയ്ക്കുമ്പോൾ, താഴെ വയ്ക്കുമ്പോൾ അതിന് 3 കാലുകളുണ്ടാവുമല്ലോ. ആ ഒരു കാല് ആ ഒരു ട്രൈപോഡിൻ്റെ ലോക്കിൽ നിന്ന് വെളിയിലായിട്ട് കിടക്കുകയായിരുന്നു. അത് ജസ്റ്റ് അകത്താക്കി ഇട്ടാൽ മാത്രം മതിയായിരുന്നു. ആ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു ഈ ഒരു പാക്കിങ് കൊണ്ടുവന്നതിൽ. വേറെ യാതൊരു വിധ കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പോൾ ട്രൈപോഡ് ഞാൻ ഒരു വിധം ഓപ്പണാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഓപ്പണാക്കി എടുക്കാം. ലൈറ്റ് കത്തുമോ ഇല്ലേ എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു മനസ്സിൽ വെച്ചും കൊണ്ടാണ് ഞാൻ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിലൊക്കെ വയ്ക്കുന്ന നൈറ്റ് ലാമ്പ് പോലത്തെ ഒരു ലൈറ്റ്. പക്ഷെ അത് കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്ത് ലൈറ്റ് കത്തിച്ച് നോക്കിയപ്പോൾ അത് കത്തുന്നില്ല. അങ്ങനെ ഞാൻ റിട്ടേൺ ചെയ്തു. മീഷോയിൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് ആയാലും ചെറിയ ഡാമേജുള്ള പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്.
പക്ഷെ അത് റിട്ടേൺ ചെയ്ത് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട് ആ മീഷോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. എന്താണ് ഓർഡർ ചെയ്തതെന്നും ഓർഡർ ചെയ്ത പ്രോഡക്റ്റിന് എന്താണ് മിസ്റ്റേക്ക് എന്നും എന്താണ് കംപ്ലൈൻറ്റ് എന്നും ഒക്കെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ. മറ്റുള്ളവർക്കൊന്നും അറിയാമല്ലോ മീഷോയിൽ നിന്ന് എത്ര ഡാമേജിലാണ് പ്രോഡക്റ്റ് വരുന്നതെന്നും. അപ്പോൾ ഞാൻ ട്രൈപോഡിലെ ലൈറ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം, എന്നിട്ട് ട്രൈപോഡിലേക്ക് ഫിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോവുകയാണ് ഇത് കത്തിക്കാനായിട്ട്. അപ്പോൾ കത്തിച്ച് നോക്കിയപ്പം പഴയ പോലെ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണണ്ടേ എന്താണ് അവസ്ഥയെന്ന്. കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ചതുപോലെ കത്താതെയൊന്നും ഇരുന്നില്ല, കത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ്. കാരണം റിട്ടേൺ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിൻ്റെ ഇതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കണ്ടില്ലേ, ലൈറ്റ് 3 കളറിലായിട്ടുണ്ട്. അത് മാറ്റാനായിട്ടും ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനായിട്ടും അതിൻ്റെ പവർ കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും ഒക്കെ അതിൻ്റെ ആ ഒരു ബട്ടൺ ആ ഒരു കേബിളിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞെക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മോഡൊക്കെ മാറ്റാനായിട്ടും കഴിയുന്നതാണ്. ഇനി അടുത്ത എൻ്റെ പരിപാടി ഇതിനകത്ത് ഈ ഒരു ട്രൈപോഡിലേക്ക് ഈ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടാണ്. അതിന് മുമ്പ് നമ്മൾ ഫോൺ ആ ഒരു ട്രൈപോഡിലേക്ക് വെക്കാനായിട്ടുള്ള ആ ഒരു സംഭവം വെക്കാനായിട്ടുള്ള ഒരു പണിയാണ്. അത് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു ഗൈസ്. അത് ആ ഒരു ചെറിയ 2-3 ഐറ്റം അതിനകത്തേക്ക് പിടിപ്പിക്കാനായിട്ട് കുറച്ച് പാട് തന്നെയായിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. എന്തായാലും കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഞാനത് ചെയ്ത് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ടൈം എടുത്തു, എന്നാലും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പാളിച്ചയൊക്കെ പറ്റി പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ മാറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മീഷോയിൽ ആ ഒരു പ്രോഡക്റ്റ് പോയി നോക്കി അതിനെ എങ്ങനെയാണ് വെക്കാനായിട്ടെന്നൊക്കെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ മാനുവൽ പേപ്പറോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നോ എന്നൊന്നും ഞാൻ നോക്കിയതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ ഒരു മീഷോയിൽ ആ ഒരു ആപ്ലിക്കേഷനകത്ത് പോയിട്ട് അതിനകത്ത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ അവിടെ പോയി നോക്കിയപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് വെക്കാനായിട്ടുള്ളതെന്ന്. ആദ്യമായിട്ട് വായിച്ചത് കൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടെയാണ് എന്താണ് വെക്കേണ്ടതെന്നൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പാളിച്ചയൊക്കെ പറ്റിപ്പോയി, എന്നാലും കറക്റ്റായിട്ട് തന്നെ ഞാൻ വെച്ച്. കുറച്ചുകൂടിയൊക്കെ വില കൂടിയ പ്രോഡക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൽ കുറച്ച് ലൈറ്റിന് ചെറിയൊരു കുറവുള്ള കണക്കിന് എനിക്ക് തോന്നി. എന്നാൽ അത്രയ്ക്കും വില കുറവിൽ അത്രയ്ക്കൊക്കെ അല്ലേ കിട്ടത്തുള്ളൂ. അപ്പം വില കൂടിയ പ്രോഡക്റ്റിനകത്ത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റും ഉണ്ടാവുമല്ലോ. നമുക്ക് വില കുറഞ്ഞതായത് കൊണ്ട് ആ ഒരു ഇതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ളത് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഇത് വെച്ചിട്ടുള്ള അടിപൊളി വീഡിയോസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് മുന്നോട്ടുണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം ടൈം കിട്ടുന്നില്ല. കടയൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇപ്പം ലോങ് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ടൈം കുറവാണ്. ഇപ്പം മെയിനായിട്ടും ഷോർട്ട് വീഡിയോസുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, വലിയ വീഡിയോസുകളൊന്നും ചെയ്യാത്തത്. പ്രത്യേകിച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതും ഒരു മടിയാണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ലോറി ഹോണും ഓടിച്ചും കൊണ്ടൊക്കെ പോകണതും ബസ് ചവിട്ടി നിർത്തുന്ന സൗണ്ടും ഒക്കെ. അത് കേൾക്കുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, വീഡിയോ കാണുമോ എന്നൊക്കെ പിന്നെ ഞാൻ തന്നെ ഒരു മടുപ്പായിട്ട് തോന്നും. വീട്ടിലിരിക്കുമ്പം സ്ഥിരമായിട്ടൊക്കെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു, അതിൻ്റെ ടാസ്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എല്ലാം ഞാൻ നിർത്തി വച്ചിരിക്കുകയാണ്. കാരണം ഒരു ചെറിയൊരു മടുപ്പുണ്ട് മനസ്സിൽ, വീഡിയോ ഇട്ടിട്ട് കയറാത്തത് കൊണ്ടും. എന്തായാലും നിർത്താനൊന്നും പോകണില്ല. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ സമയമുള്ള പോലെയൊക്കെ ഞാൻ വീഡിയോസുകൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യും. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസുകൾ ഒരാളെങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ അവർക്കെങ്കിലും വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെ എൻ്റെ ഒരുപാട് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുവിധം ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 സാധനമൊക്കെ അധികം വന്നിട്ടുണ്ട്. അത് അതിൻ്റെ അടിയിലായിട്ട് വെക്കാനായിട്ടുള്ളതായിരുന്നു. പക്ഷെ ഞാനത് വെച്ചില്ല. കാരണം ഇങ്ങനെ വെക്കാമെന്ന് കരുതി, ഇങ്ങനെ വെച്ച് കുറച്ച് നേരം നോക്കിയിട്ട് ബാക്കി വെക്കാമെന്ന് കരുതി. അതിൻ്റെ ഒരു 2-3 ഐറ്റം ഉണ്ടായിരുന്നു. അത് ഈ ഒരു ലൈറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് വെക്കാനായിട്ടുള്ളത്. അത് പിന്നെ ഞാൻ വെച്ചില്ല സംഭവം. എന്തായാലും ഞാനത് കറക്റ്റായിട്ട് മുറുക്കി സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ നാളെ എങ്ങാനും അത് അഴിച്ചിട്ട് ഒന്നും കൂടി അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം എന്തായാലും ഞാനിനി ഇത് ഇളക്കുന്നില്ല. വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒന്നും കൂടി സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് എടുത്തുകൊണ്ട് വന്ന് റൂമിൽ കൊണ്ടുവന്ന് ലൈറ്റ് കത്തിക്കാനായിട്ട് പോവുകയാണ്, എല്ലാമൊക്കെ സെറ്റാക്കിയിട്ട്. അപ്പം ഈ ലൈറ്റ് കത്തിക്കാനായിട്ട് നമ്മൾ ഫോണിൻ്റെ ചാർജിൻ്റെ ആ ഒരു അഡാപ്റ്റർ വേണം. നമ്മൾ ഉപയോഗിക്കുന്ന
ചാർജറിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ പഴയ ചാർജറിൻ്റെ അഡാപ്റ്ററോ കിടപ്പുണ്ടെങ്കിൽ അത് കുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ട്രൈപോഡ് കത്തിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ട് ആ ഒരു ട്രൈപോഡിൻ്റെ ആ ഒരു കേബിൾ അതിലേക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. മനസ്സിൽ കത്തോ ഇല്ലയോ എന്നൊരു പേടി വീണ്ടും വന്നിട്ടുണ്ട്. കാരണം എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ കത്തോ ഇല്ലയോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അത് കത്തിക്കാനായിട്ട് പോകണം. എൻ്റെ ആ ഒരു കേബിളിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. 3 ഡിഫറെൻറ്റ് കളറിലായിട്ട് അതിനകത്ത് ലൈറ്റുണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ആയിട്ടുള്ളത് തന്നെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആ ഒരു കേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടില്ലേ? എനിക്കും ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാം. മുന്നോട്ടുള്ള വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരുടെയും അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബൈ ബൈ.